നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സിലെ വനിതാ വിഭാഗം ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെ ബ്രസീൽ തകർത്ത് വിട്ടു. 4-2 തോൽപ്പിച്ചിരിക്കുന്നത്. പുരുഷ വിഭാഗത്തിലെ ഫുട്ബോൾ പോലെ അണ്ടർ 23 ഫുട്ബോൾ അല്ല വനിതാ വിഭാഗത്തിലെ. ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ടാണ് ടീമുകൾ കളിക്കുന്നത്. അവിടെയാണ് ലോക ചാമ്പ്യന്മാരെ ബ്രസീൽ തോൽപ്പിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്രസീലിനെ സ്പെയിൻ തോൽപ്പിച്ചിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. 4-2 തകർപ്പൻ ജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കളിയുടെ 6ാമത്തെ മിനിറ്റിൽ ഓൺ ഗോള്, ഐറിൻ പരേഡസിന്റെ ഓൺ ഗോളിലൂടെ ബ്രസീൽ ലീഡെടുക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഗാബി പോർട്ടില്ലോ ഗോൾ അടിച്ചപ്പോൾ ബ്രസീൽ 2-0 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ 71ാമത്തെ മിനിറ്റിൽ അഡ്രിയാന കൂടി ഗോൾ അടിച്ചപ്പോൾ ബ്രസീൽ വിജയം ഉറപ്പാക്കിയിരുന്നു. എന്നാൽ 85ാമത്തെ മിനിറ്റില് സൽമ പഴലിയോലയുടെ ഗോളിലൂടെ സ്പെയിന് ഒരു ഗോൾ മടക്കിയടിച്ചു. 90 മിനിറ്റ് ആകുന്ന സമയത്ത് കെരോലിന്റെ ഗോൾ വന്നതോടെ ബ്രസീൽ 4-1 മുന്നിലായി. അവസാന ഘട്ടത്തില് സൽമ പരലോല ഒരു ഗോൾ കൂടി അടിച്ചു. അവർ ബ്രേസ് നേടി 4-2 എന്ന രൂപത്തിലേക്ക് സ്കോർ ലൈൻ മാറ്റിയെങ്കിലും ബ്രസീലിന്റെ വിജയം തടയാൻ കഴിഞ്ഞില്ല. ബ്രസീൽ സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ഫൈനലിലേക്ക് കടന്നു. അതേസമയം മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ US ഏകപക്ഷീയമായ ഒരു ഗോളിന് ജർമ്മനിയെ പരാജയപ്പെടുത്തി. സോഫിയ സ്മിത്ത് ആണ് USAയുടെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരം എന്ന് പറയുമ്പോൾ ബ്രോൺസ് മെഡൽ മത്സരമുണ്ട്, അതുപോലെ ഗോൾഡ് മെഡൽ മത്സരമുണ്ട്. ബ്രോൺസ് മെഡൽ മത്സരം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. അതായത് ഓഗസ്റ്റ് 9 6:30 സ്പെയിനും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഗോൾഡ് മെഡൽ മത്സരം അന്ന് 8:30 ബ്രസീൽ USA പോരാട്ടമാണ്. വാർത്തക്ക് റെഡ് കാർഡ് കാരണം ഈ മത്സരം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവർക്ക് ഫൈനലിലെ ഗോൾഡ് മെഡൽ മത്സരം കളിച്ചുകൊണ്ട് ഒളിമ്പിക്സ് ഫുട്ബോളിനോട് വിട പറയാൻ കഴിയും എന്നുള്ളതും ബ്രസീലിയൻ ടീമിന് സന്തോഷം പകരുന്ന കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.